ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അമ്മേ പ്ലീസ്, എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. എനിക്ക് പക്ഷെ മാഡത്തിനോട് ഒന്നും പറയാനില്ലല്ലോ. അടുക്കളയിൽ കുറച്ച് പണി ബാക്കിയുണ്ട്. മാഡം ഒന്ന് വഴിമാറി തന്നെ എനിക്കങ്ങോട്ട് പോകായിരുന്നു. അമ്മേ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. അമ്മയുടെ അവഗണന എനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഗൗതം എന്നോട് പിണങ്ങിയിരുന്നാൽ പോലും എനിക്ക് ഇത്രയും വിഷമം തോന്നാറില്ല. പക്ഷെ അമ്മ എന്നോടൊന്ന് മുഖം കറുത്ത് സംസാരിച്ച എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല അമ്മ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റുകളാ. ഒരിക്കലും ഞാൻ ശിവാനിയെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. അവൾ ഇവിടേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അവൾ എന്റെ അമ്മാവിന്റെ മോളാണെന്നുള്ള പരിഗണന കൊണ്ടൊന്നും അല്ല. ഏതൊരു പെണ്ണായാലും അവളുടെ ജീവിതം തകർന്നു പോകരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഒരു നല്ല ജീവിതവും നല്ലൊരു ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയി എന്നറിയുമ്പോൾ അവളുടെ മനസ്സ് മാറിപ്പോവെന്ന് ഞാൻ കരുതി. മാപ്പ് പറഞ്ഞ് ചെയ്ത തെറ്റുകളെ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചപ്പോ അത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയി. പാടില്ലായിരുന്നു. അവൾ ഒരിക്കലും നന്നാവില്ലെന്ന് അമ്മ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവളിൽ വിശ്വാസം അർപ്പിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് അറിയാം. പെട്ടെന്നൊന്നും അത് മാറില്ല എന്നും അറിയാം. പക്ഷെ ഇങ്ങനെ മിണ്ടാതെ നടന്ന അതെന്റെ മരണത്തിന് തുല്യമാണമ്മ. അമ്മ വേണമെങ്കിൽ എന്നെ വഴക്കു പറഞ്ഞു, എത്ര വേണമെങ്കിലും തല്ലിക്കോ. പക്ഷെ എന്നോടിങ്ങനെ പിണങ്ങിയിരിക്കല്ലേ അമ്മ. എനിക്കെന്റെ അച്ഛനെ കണ്ട ഓർമ്മയില്ല. എനിക്ക് എന്റേതെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത് എന്റെ അമ്മയും അമ്മാവനും മാത്രമാണ്. പക്ഷെ അവരെ വിട്ട് ഇവിടേക്ക് വന്നതിന് ശേഷം എന്തിന് അവരെ പോലും ഞാൻ മറന്നു. എന്റെ പെറ്റമ്മയെക്കാളും മുകളില ഞാൻ ഈ അമ്മയെ കണ്ടത്. അമ്മയുടെ മകളാണ് ഇങ്ങനൊരു തെറ്റ് ചെയ്തതെങ്കിൽ ഇതുപോലെ വെറുക്കുമായിരുന്നു, മിണ്ടാതിരിക്കുമായിരുന്നു, ചിലപ്പോ തല്ലിയന്, വഴക്ക് പറഞ്ഞതിന്. എന്നാലും ഇങ്ങനെ മുറിവേറ്റ കൈയുമായിട്ട് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു വാക്ക് പോലും മിണ്ടാതെ മുഖം തിരിച്ച് നടക്കില്ലായിരുന്നു. എല്ലാ തെറ്റിനും മാപ്പ് ചോദിക്കുക ഞാൻ. അതല്ലാതെ എന്ത് പ്രായശ്ചിത്വം ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലമ്മ. എന്നോട് ക്ഷമിച്ചു എന്ന് പറയണ്ട. എന്റെ കൈക്ക് വേദന കുറവുണ്ടോന്നെങ്കിലും ഒന്ന് ചോദിച്ചൂടെ അമ്മയ്ക്ക്? എന്റെ കൈയുടെ മാത്രമല്ല, മനസ്സിലെ മുറിവുണങ്ങാനും എനിക്കത് മതി. അമ്മ, ഗൗതം എന്നോട് ദുർമുഖം കാണിച്ച എത്ര നാൾ വേണമെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കും. പക്ഷെ അമ്മയുടെ ഈ മുഖം കണ്ട് അധിക നാൾ ഞാനിവിടെ ഉണ്ടാവില്ല. ഈ വക്കീല് 10 ലക്ഷം രൂപയൊക്കെ ചോദിച്ചാ അത് പിന്നെ എവിടെ പോയി ഉണ്ടാക്കും? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. എടി, നിനക്ക് ചോറ് എടുത്ത് വെച്ചിട്ട് എത്ര നേരായെന്ന് അറിയോ? അത് വല്ല എലിയോ പൂച്ചയോ വന്ന് തിന്നു കളയും. തിന്നോണ്ട് പോട്ടെ, എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണ്ടെങ്കിൽ പിന്നെ എന്റെ മോക്ക് എന്താ വേണ്ടേ? ഒരു 10 ലക്ഷം രൂപ വേണം. എന്താ തരാൻ പറ്റൂ? 10 ലക്ഷം രൂപയോ? കേട്ടിട്ട് തന്നെ തല കറങ്ങുന്നു. നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലേ? രാത്രി സമയത്ത് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഏത് വിധത്തിലും എന്നെ ഈശ്വരമംഗലത്തേക്ക് തിരികെ കയറ്റി തരാന്ന് ഞാൻ ഇന്ന് പോയി കണ്ട വക്കീൽ ഉറപ്പു പറഞ്ഞു. പക്ഷെ അയാൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം 10 ലക്ഷം രൂപ കൊടുക്കണം. ഇതെങ്ങാനും നടക്കുന്ന കാര്യമാണോ? നീ വേറെ വല്ല വഴി നോക്ക്. 10 ലക്ഷം പോയിട്ട് 1 രൂപയ്ക്ക് ഗതിയില്ലാത്ത അവസ്ഥയിപ്പോ. ഗതിയില്ലെന്നൊന്നും പറഞ്ഞാ പറ്റൂല. എങ്ങനെയാ പണം ഉണ്ടാക്കിയേ പറ്റൂ. ആ 10 ലക്ഷം ഉണ്ടാക്കാൻ ഞാൻ വഴി പറഞ്ഞുതരാം. എന്ത് വഴി? നാളെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നീ ഇവിടുന്ന് ഇറങ്ങണം.
അല്ലെങ്കിൽ വേണ്ട, കുളിക്ക് ഒരുങ്ങൊന്നും വേണ്ട. നിന്ന നിൽപ്പിൽ അങ്ങ് പോയേക്ക്. എങ്ങോട്ട്? നേരെ ആ മ്യൂസിയത്തിന്റെ മുന്നിൽ ചെന്ന് നാട്ടുകാരുടെ മുന്നില് കൈ നീട്ടി ഇങ്ങനെ ഭിക്ഷ എടുക്കണം. അതെ, പെട്ടെന്നൊന്നും 10 ലക്ഷം രൂപ തികയില്ല. അവിടെ തന്നെ നിന്ന് ഒരു 10-20 കൊല്ലം നീ ഇങ്ങനെ തെണ്ടണം. അപ്പൊ നിനക്കൊരു 10 ലക്ഷം രൂപ കിട്ടും. അമ്മയാണെന്നൊന്നും ഞാൻ നോക്കൂല, കൊന്നോളയും പറഞ്ഞേക്കാം. അവസരം മുതലാക്കി കളിയാക്കുന്ന മനുഷ്യനെ. പിന്നല്ലാതെ ഞാൻ എന്ത് പറയണം? നാണുണ്ട് 10 ലക്ഷം രൂപ വേണമെന്ന് എന്നോട് പറയാനായിട്ട്. ഇറങ്ങിത്തിരിച്ച എല്ലാ പരിപാടികളും ആ നിധിയായിട്ട് തൊലച്ചു. നീയാണെ വഴിമുട്ടി ഈ വീടിന്റെ മൂലയിൽ ഒതുങ്ങി കഴിയുകയും ചെയ്യുന്നു. ആകപ്പാടെ ഇനി ഉള്ളത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഈ വീട് മാത്രം. അത് നിനക്കും അറിയാലോ. എന്താ ആലോചിക്കുന്നേ? അമ്മ അവസാനം എന്താ പറഞ്ഞേ? അവസാനം എന്താ പറഞ്ഞത്? ആ, ഇടിഞ്ഞു പൊളിഞ്ഞ ഈ വീട് മാത്രം ഉള്ളതെന്ന്. നമുക്കേ ഈ വീടങ്ങ് വിറ്റാലോ? എന്താ? അതേനെ, ഈ വീടിന്റെ പ്രമാണം അമ്മയുടെ പേരിലല്ലേ? ഇടിഞ്ഞു പൊളിഞ്ഞതാണെങ്കിലും ഒരു 20 ലക്ഷം രൂപ എന്തായാലും കിട്ടും. അതിന്ന് 10 ലക്ഷം രൂപ ആ വക്കീലിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്താലും ബാക്കി 10 ലക്ഷം ഇല്ലേ, അത് നമ്മുടെ കയ്യിലിരിക്കും. അത് വെച്ച് നമുക്ക് അങ്ങ് ആറുമാതിക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? ഇപ്പൊ തന്നെ ആ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ വിളിച്ച് ഞാൻ കാര്യം പറയാം. നിക്ക്. എന്താ? ഈ വീടൊന്നും വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? പിന്നല്ലാതെ എന്റെ ആകെ ഉള്ള ഒരു പിടിവള്ളിയാ ഈ വീട്. ഇതും കൂടി വിറ്റ് തൊലച്ച പിന്നെ എവിടെ പോയി കിടക്കും? പിട്ടിത്തരം പറയല്ലേ അമ്മ. അതിനല്ലേ നമ്മൾ വക്കീലിന് പൈസ കൊടുത്ത് കേസ് നടത്തുന്നേ. കേസ് നടത്തി വിജയിച്ച് ഞാൻ ഈശ്വരമംഗലത്തേക്ക് മരുമകളായിട്ട് കയറി കഴിഞ്ഞ അമ്മയ്ക്ക് പിന്നെ ഈ വീടിന്റെ ആവശ്യമുണ്ടോ? പിന്നെ ആകെ ഉള്ളത് അമ്മയുടെ കെട്ടിയോനും പിന്നെ ആ 2 അന്തേവാസികളും അല്ലേ. അവരെങ്ങോട്ടെങ്കിലും പോയിക്കോളൂ. നമുക്കെല്ലാം വിറ്റ് തൊലിക്കാന്നേ. ദേ നോക്ക് ശിവാനി, നീ ചോദിച്ച ഞാൻ എന്റെ കിഡ്നി വേണമെങ്കിലും തരും. പക്ഷെ ഈ വീട് വിൽക്കുന്ന കാര്യം നീ ചിന്തിക്കേ വേണ്ട, നടക്കില്ല. അടുക്കള കയറി ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? വയ്യാത്ത കൈയും വെച്ചോണ്ട് എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്നല്ല, വീണ്ടും ഇറങ്ങി തിരിച്ചോളൂ ഓരോന്നിന്. ഇനി ചൂടുവെള്ളം കൂടെ ദേഹത്ത് കോരി ഒഴിച്ച് പൊള്ളിച്ചാലേ സമാധാനാവത്തുള്ളൂ എന്നായിരിക്കും.